अरे रेहान के पास फोन करिए कटिंग शीट किया भाई जल्दी क्या ना कल उसके रेहान वाला फोन पे कटिंग शीट किया है दुकान पर अरे ये तो बड़ा वाला था മാറുമെന്നുള്ള സംശയമില്ല. അത് ഏറ്റവും നല്ല രീതിയിൽ ഇത് പ്രവർത്തിക്കുന്നതിനും അതുപോലെ നാടിന് ഉപകാരപ്രദമായ രീതിയിലേക്ക് സ്ഥാപനം മാറ്റാൻ ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഈ സംസം മാക്സ് പറയപ്പെടുന്ന നമ്മുടെ ഈ സലൂണിൻ്റെ ബ്യൂട്ടി പാർലറിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദരപൂർവ്വം നമ്മുടെ പ്രസിഡന്റ് വെളുസാർ ക്ഷണിച്ചുകൊണ്ട് അതെ മുടിയുള്ളവർ മാറുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെ പേരാവൂര് പട്ടണത്തിൽ ഒരു പുതിയ സ്ഥാപനം ഇതോടെ തുടങ്ങിയിരിക്കുകയാണ്. സംസം ജെൻസ് ബ്യൂട്ടി പാർലർ എന്ന സ്ഥാപനം. ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സംസം ജെൻസ് ബ്യൂട്ടി പാർലറിൻ്റെ ഉദ്ഘാടകൻ, ആദ്യം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ വ്യാപാരി നേതാക്കന്മാർ, ഇവിടെ എത്തിയ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ, വ്യാപാരി സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നമ്മുടെ സംസം ജെൻസ് ബ്യൂട്ടി പാർലർ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നേരത്തെ അറിയാം വനിതകളുടെ ബ്യൂട്ടി പാർലറുകളാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. എന്നറിയാം, കാലഘട്ടത്തിന്റെ ഒരു മാറ്റത്തിന് അനുസൃതമായി പുതിയ തലമുറ ആണുങ്ങളും ബ്യൂട്ടി പാർലറുകളിൽ കടന്നു വരുന്നു, പുതിയ പുതിയ സംവിധാനങ്ങളിൽ കടന്നു വരുന്നു എന്നുള്ള ഒരു വ്യത്യസ്തതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പേരാവൂരിന്റെ പുതിയ ഭാഗത്ത് തന്നെ ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ച് നമ്മുടെ രാമേന്ദ്രേട്ടന്റെ ഈ പുതിയ സംരംഭം, അദ്ദേഹം മറ്റ് പല മേഖലയിലും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത്. ഈ മേഖലയിലും അദ്ദേഹത്തിന് ശോഭിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. UMCയുടെ എല്ലാവിധ അഭിനന്ദന ആശംസകളും അർപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ സംരംഭത്തിന്റെ ഉദ്ഘാടകൻ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വേണുഗോപാൽ അബ്രുവൽ, അതുപോലെ തന്നെ UMCയുടെ പ്രസിഡന്റ് ഷിനോജ് നേരത്തൂക്കിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കുട്ടേട്ടൻ, അതുപോലെ തന്നെ കുട്ടിച്ച് സാർ, തോമസ് സാർ, അങ്ങനെ ആശംസകൾ അർപ്പിക്കാനെത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും, അതുപോലെ ഇവിടെ ഈ സംരംഭത്തിൽ പങ്കെടുത്ത എല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത പരിപാടിയായ നമ്മുടെ ഈ സംരംഭം, അതുപോലെ ബ്യൂട്ടി പാർലർ ജെൻസിന് നല്ല രീതിയിൽ സൗന്ദര്യവൽക്കരണം നടത്തുവാൻ വേണ്ടി ഇന്ന് നമ്മളെപ്പോലെ എല്ലാവരും മുൻപന്തിയിൽ എത്തിയിരിക്കുകയാണ്. ആദ്യമായി ബ്യൂട്ടി പാർലർ ലേഡീസിൻ്റെ ഒരു ഇതായിരുന്നെങ്കിൽ ഇപ്പോൾ ജെൻസിൻ്റെ മാതൃകയായി മാറിയിരിക്കുകയാണ്. ആണുങ്ങളും സൗന്ദര്യവൽക്കരണം കൂട്ടുവാൻ വേണ്ടി വിവിധ ബ്യൂട്ടി പാർലറുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ സിറ്റികളിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും പേരാവൂർ പോലുള്ള സിറ്റിയിൽ നമ്മുടെ പ്രൊഫസർ രാമേന്ദ്രേട്ടൻ തുടങ്ങിയതിൽ അതിയായ സന്തോഷമുണ്ട്. അതിന് നമ്മുടെ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അഭിവാദ്യം. സ്നേഹം നിറഞ്ഞ പ്രസിഡന്റ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ഇന്ന് ഇവിടെ ഒരു പുതിയ സംരംഭം ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. സി രാമേന്ദ്രേട്ടൻ പാസിന്റെ ഒരു നെടുന്തൂണിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. പുള്ളി പല സംരംഭങ്ങളും നല്ല ബുദ്ധിപൂർവ്വം നടത്തുന്ന ഒരാളാണ്. ഏതായാലും ഇത് വിജയകരമായി തീരട്ടെ. എല്ലാവിധ ആശംസകളും പാസിന്റെ നേർന്നുകൊണ്ട് നിർത്തുന്നു. സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് 20+ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ ജേക്കബ് തോസാർ ക്ഷണിക്കുന്നു.
ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ഈ സംരംഭത്തിൻ്റെ ഓണർ രാമേന്ദ്രൻ സാർ തുടങ്ങി വ്യാപാരി, വ്യവസായി, വിവിധ നേതാക്കന്മാരെ, വിവിധ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് പേരാവൂർ ഒരു ബ്രാൻഡഡ് ഐറ്റം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. സംസം ഇത് മാക്സ് എന്ന ഇവിടുത്തെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ജെൻസ് ബ്യൂട്ടി പാർലർ വളരെ വലിയൊരു വ്യവസായം ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പ്രത്യേകിച്ച് ഫ്രാൻസിലൊക്കെ പോയി ഒരു ജെൻസ് ബ്യൂട്ടി പാർലറിൽ കയറുന്ന ഒരു 3 ലക്ഷം രൂപയൊക്കെ വേണം ഒന്ന് കയറി ഇറങ്ങണമെങ്കിൽ. അപ്പോൾ അതുപോലെ ഈ സംരംഭം വളർന്ന് വരട്ടെ, ഇതിലേക്ക് നല്ല തൊഴിലാളികൾ എത്തിച്ചേർന്ന് എല്ലാവരും ഇവിടെ ആകർഷിക്കാൻ ഇടവരട്ടെ, ഇത് നന്നായി ശോഭിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഈ നാട്ടിലുള്ള എല്ലാ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ പേരിലുള്ള ആശംസകൾ നേരുന്നു. ഇതിലുള്ള സഹകരണം നൽകിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് പ്രിയപ്പെട്ടവരെ, പേരാവൂരിൻ്റെ മാറുന്ന മുഖത്തിനനുസൃതമായി പുരുഷ സൗന്ദര്യ സങ്കല്പത്തിന് മാറ്റുകൂട്ടുന്നതിന് വേണ്ടി പേരാവൂരിൻ്റെ ഹൃദയഭാഗം എന്ന് ആലങ്കാരികമായി പറയുന്നതല്ല, ഹൃദയഭാഗം തന്നെയാണ്. കാരണം ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്തുള്ള ഒരു ബ്യൂട്ടി പാർലറാണിത്. അപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ അഭിനന്ദനായ പഞ്ചായത്ത് പ്രസിഡന്റ് അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഈ സംസം മാക്സ് ജെൻസ് ബ്യൂട്ടി പാർലറിന് UMCയുടെ എല്ലാവിധ ആശംസകളും. ഉദ്ഘാടകൻ പ്രസിഡന്റ്, UMC പ്രസിഡന്റ് ഷിനോയേട്ടൻ, പ്രമുഖ വ്യക്തികളെ, പേരാവൂരിലെ നിങ്ങളുടെ ഒരു സ്ഥാപനം എന്തുകൊണ്ടും അനിവാര്യമാണ്. ജെൻസിനുള്ള ബ്യൂട്ടി പാർലർ, ഇതിലെ എല്ലാവിധ ആശംസകളും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ ആശംസിക്കുന്നു. ചേട്ടൻ്റെ ഇന്റർനാഷണലിന്റെ പ്രസിഡന്റ് കൂടിയായ മനോജ് സാരസിനെ ക്ഷണിക്കുക. ഈ സംരംഭം ഇവിടെ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വേണോട്ട്, പേരാവൂരിൻ്റെ വിവിധ വ്യാപാര സാംസ്കാരിക മേഖലയിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും ഒരു ശുഭദിനം ആദ്യമായി നേരുന്നു. പേരാവൂരിൻ്റെ മണ്ണിൽ ഒരു വ്യാപാര സ്ഥാപനം കൂടി വന്നിരിക്കുകയാണ്, ഒരു ജെൻസ് ബ്യൂട്ടി പാർലർ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിന് മനസ്സിലാകുന്നുണ്ട്, ആണുങ്ങളും ഇപ്പം സൗന്ദര്യ സംരക്ഷണത്തിൽ പുറകോട്ടല്ല, എല്ലാവരും കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. ഒരു കൈ അവരുടെ കൂടെ, പെണ്ണുങ്ങളോടെ നമുക്ക് നോക്കാവുന്നൊരു ബോധം ഏതായാലും എല്ലാവരുടെ ഉള്ളിലും വന്നിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു നമ്മുടെ കുഞ്ഞിൻ്റെ മാഷിൻ്റെ ഒരു ചെറിയൊരു കവിത കണ്ടു. അതിലെങ്ങനെയാണ് പറയുന്നത്, പിന്നെ വയസ്സായെന്ന് തോന്നുന്നത് ഒന്നും ചെയ്യാത്തത് കൊണ്ടല്ല, മറിച്ച് ഒന്നും ചെയ്യാതിരിക്കും തോന്നുന്നത് കൊണ്ടാണ് വയസ്സാകുന്നത് എന്നുള്ളതാണ് എന്ന് കുഞ്ഞുണ്ടി മാഷ് അടുത്തതായിട്ട് ഫേസ്ബുക്കിൽ ആരോ പോസ്റ്റ് ചെയ്തതായിട്ട് കണ്ടു. അപ്പം എല്ലാവരും എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതായാലും പേരാവൂരിൽ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു കേന്ദ്രത്തിന്, ഒരു വ്യാപാര കേന്ദ്രത്തിന് സിനി ചേംബർ ഇന്റർനാഷണൽ പേരാവൂർ ലീജിന്റെ എല്ലാവിധ ആശംസകളും വിജയാശംസകളും നേടും. താങ്ക് യു. കൂടിയായിട്ടുള്ള സി രാമേന്ദ്രനെ സ്നേഹം ക്ഷണിക്കാം. ബഹുമാന്യനായ നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP വേണുഗോപാൽ, അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെത്തിയ UMC യൂണിറ്റ് പ്രസിഡന്റ് ഷിനോജ് നെരിതൂക്കൽ, വാർഡ് മെമ്പർ വരാമെന്ന് പറഞ്ഞിരുന്നു, എന്തോ പിന്നീട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതുപോലെ നമ്മുടെ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് കുട്ടേട്ടൻ, പുള്ളിയും ഇച്ചിരി ഒരു അസുഖബാധയായിട്ട് കിടപ്പിലാണ്, അതിന് പകരാനും പറ്റില്ല, ഒരാളെ വിട്ടത്. അതുപോലെ വ്യാപാരി വ്യവസായ സമിതിയുടെ ജനറൽ സെക്രട്ടറി ഷൈജിത്ത് കൊണ്ടായി, പാസിന്റെ പ്രസിഡന്റ് ടോമി, സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ പ്രസിഡന്റ് ശ്രീ മനോജ് മാഷ്, നമ്മുടെ പ്രിയങ്കരനായ 20+ ചാരിറ്റി ട്രസ്റ്റിന്റെ ചെയർമാൻ ശ്രീ ജേക്കബ് തോമസ്, അതുപോലെ നമ്മളെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ മാത്യു സാർ. മാത്യു മാഷില്ലാത്ത നമ്മുടെ ഈ ഉപ്പില്ലാത്ത കഞ്ഞി ഇല്ലാന്ന് പറഞ്ഞ പോലെ മാത്യു മാഷില്ലാത്ത നമ്മൾ ഒരു പരിപാടി നടക്കില്ല.
മാത്യു മാഷ്, അതുപോലെ നമ്മുടെ UMCയുടെ സെക്രട്ടറി രാധാകൃഷ്ണൻ, മറ്റ് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മീഡിയ, തോമസ്, ഇവിടെ എൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും ഞാൻ കൂടുതലായി ഇനി ഇതിൻ്റെ മുകളിൽ പറയണമെന്നില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈ പ്രസ്ഥാനം സത്യത്തിൽ നിങ്ങൾക്കറിയാം, ഒരു 9 വർഷം ഇവിടെ മൊബൈൽ ഷോപ്പ് ആയിരുന്നു. പലരും ഇവിടെ വന്ന് മൊബൈലിൻ്റെ കാര്യങ്ങൾ ചെയ്തതാണ്. പ്രത്യേകിച്ചും നമ്മുടെ UMC പ്രസിഡന്റൊക്കെ ഫോണ് എന്നെ നല്ല ഫോണ് വാങ്ങിച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നമുക്കറിയാം, നമ്മളെ ഈ ഓൺലൈൻ മാർക്കറ്റിങ് ചെറുകിട വ്യവസായം വല്ലാതെ തകർത്തിരിക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഷോപ്പിൻ്റെ ഒരു ക്ലാസ് പോലും ഓൺലൈന് വാങ്ങിച്ചിട്ട് നമ്മളത് കൊണ്ടൊന്ന് ഒട്ടിക്കുകയാണ്. ഒട്ടിക്കുന്നതിന് സാധാരണ നമ്മളൊരു 100 രൂപ വാങ്ങില്ലേ, പക്ഷെ ഇതുകൊണ്ട് നമ്മളത് വാങ്ങലില്ല. കാരണം ഒരു ക്ലാസ് കൊണ്ടൊന്ന് ഒട്ടിക്കുന്നതിന് നമ്മൾ സാധാരണ ഒരു 10-20 രൂപ വാങ്ങിച്ചാൽ വിടില്ല. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്കൊരു 2 സ്റ്റാഫിനെ വെച്ച് നമുക്ക് സ്ഥാപനം നിലനിർത്തി പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെയാണ് നമ്മളെ ഇതിൽ പറയുന്നില്ലേ, നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മളെ ഇവിടെ UMCന്റെ ഒരു ക്ലാസ് വരെ നടന്നു. അപ്പോൾ ആ സമയത്താണ് നമുക്കൊരു ആശയം തോന്നിയത്, നമ്മൾ ഏത് തരത്തിൽ അപ്ഡേറ്റ് ആക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു സ്ഥാപനത്തിന് ചിന്ത വന്നത്. എൻ്റെ കൂട്ടുകാർ തന്നെ പല കൂട്ടുകാരും പറഞ്ഞ് നമ്മൾ അഭിപ്രായപ്പെട്ടു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ കടന്നു വന്നത്. അപ്പോൾ ഇതിലെന്തായാലും നമുക്ക് ഒന്ന് സ്വർണ്ണ വ്യാപാരം, അതെന്തായാലും ഓൺലൈൻ പറ്റൂല. അതുപോലെ നമ്മളെ ചെയർമാന്റെ ആഗ്രി, അതും പറ്റൂല. പിന്നെ നമ്മളെ ബാർബർ ഷോപ്പ്, ബ്യൂട്ടി പാർലർ, അതെന്തായാലും ഇപ്പം തല ഓൺലൈൻ കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോ ഇതെന്തായാലും പിന്നെ അങ്ങനെ ഒരു പരാജയം സംഭവിക്കില്ല എന്നുള്ള മാനസിക അവസ്ഥയിലാണ് നമ്മളിത് ആരംഭിച്ചത്. അപ്പൊ നിങ്ങൾ എല്ലാവരും വന്ന് ഇവിടെ സഹകരിച്ചതിനും എല്ലാ ആശംസകൾ അർപ്പിച്ചവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ പ്രസിഡന്റ്, ഞാൻ ഇന്നലെ രാത്രി വിളിക്കുമ്പോൾ പുള്ളി എന്തൊക്കെയോ ബിസിനസ്, മറ്റെന്താ പറയുക, ബിസിനസ്സല്ല, സോറി, ഇതിന്റെ തിരക്കിലായിരുന്നു. അപ്പോ എന്നിട്ട് കൂടെ രാവിലെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്നു. അപ്പൊ എല്ലാവർക്കും എന്റെയും സ്ഥാപനത്തിന്റെയും പേരിൽ നന്ദി അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇരുപതായി